ഷൂ നക്കി കൊടുത്തില്ല, മാപ്പ് എഴുതി കൊടുത്തില്ല, മാപ്പ് പറഞ്ഞില്ല, സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഇട്ടെറിഞ്ഞ് ബാങ്കറുകളിൽ പോയി ഒളിച്ചില്ല. കൊലയാളി രാഷ്ട്രത്തിൻ്റെ കൊലപാതക പട്ടികയിലേക്ക് ഒരു പേര് കൂടി, ആയത്തുള്ള അലി ഖമേനി. ഈ മരണം ആഘോഷിക്കുന്ന സംഖ്യകളെ നെഞ്ചൂക്കോടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് ആയത്തുള്ള അലി ഖമേനി. പുറകു വശത്തുകൂടി പണിയെടുത്ത ഭീരുക്കള് പാശ്ചാത്യ ശക്തികളാണ്. അവർക്ക് ഇന്ന് ആരെങ്കിലും പോരാടി ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരിന്ന് കൊന്നു തള്ളിയതെല്ലാം കാൽ കാശിന് വിലയില്ലാതെ കാൽ കാശിന് ഒറ്റിക്കൊടുക്കുന്ന ഒറ്റുകാരായ ചതിയന്മാരെ വെച്ച്, വഞ്ചകന്മാരെ വെച്ച് ചതിച്ച് കൊലപ്പെടുത്തുന്ന ആ ഒരു ഭീരുത്വം ഇത് പാശ്ചാത്യ ശക്തികൾക്കും സംഖ്യകൾക്കും അല്ലാതെ മറ്റാർക്കാണുള്ളത്? സദ്ദാം ഹുസൈനെ കൊന്നു. എങ്ങനെ? സദ്ദാം ഹുസൈന് വേണ്ടി ലോകം മുഴുവൻ മരിച്ചവർക്ക് അവസാനം ഒറ്റുകാരെ വെച്ച് കാൽ കാശിന് വേണ്ടി സംഖ്യകളെ പോലെയുള്ള ഒറ്റുകാരെ ഒറ്റിക്കൊടുത്തു. ഒസാമ ബിൻ ലാദന്റെ പല ചെയ്തികളോടും നമ്മൾ യോജിക്കുന്നില്ല എങ്കിലും ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ ഇവർ ലോകം മുഴുവൻ നടന്നു. അവസാനം ഒറ്റുകാരെ വെച്ച് കാൽ കാശിന് ഒറ്റിക്കൊടുത്തു. ഇവർക്ക് കിട്ടി, ഇവർക്ക് അതിനുള്ള കഴിവില്ല. അതുപോലെ ഇവർക്കെതിരെ ശബ്ദിച്ചവരെല്ലാം ഇല്ലാതെയാക്കുക. ഇന്ന് ആയത്തുള്ള അലി ഖമേനി ആണെങ്കിൽ നാളെ മറ്റൊരുവൻ. മുഹമ്മദ് ഗദ്ദാഫിയെ ഇവർ വധിച്ചു. അതുപോലെ ഖസീം സുലൈമാനിയെ ഇവർ വധിച്ചു. അങ്ങനെ ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരെല്ലാം ഇവർ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കൊന്നു തള്ളുക. ആയത്തുള്ള അലി ഖമേനി മറ്റൊരു രാജ്യത്ത് പോയിട്ട് ബോംബിട്ടിട്ടില്ല, മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആക്രമിച്ചിട്ടില്ല, മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, ഒരു സ്കൂളിലും ഒരു മദ്രസകളിലും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയിട്ടില്ല. എന്നിട്ടും ഈ കൊലയാളികളെ ന്യായീകരിക്കുന്ന ആളുകളെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നു. ഫലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുമങ്ങളെ കൊന്നൊടുക്കിയതിനു ശേഷം ഇന്നലെ ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ സ്കൂളിൽ, ഉദ്ഘാടനം ചെയ്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മക്കളെ കൊന്നൊടുക്കിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും. മനസ്സിലാക്കണം, ഈ ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന സംഖ്യകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജില്ലയിൽ ആരെങ്കിലും ഇസ്രായേൽ പോയി സമ്പാദിച്ച സമ്പത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? എന്നാൽ അറബ് രാഷ്ട്രങ്ങളിൽ നിങ്ങൾ ജില്ല പോട്ടെ, നിങ്ങളുടെ പഞ്ചായത്ത് പോട്ടെ, നിങ്ങളുടെ വാർഡ് പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലും എത്ര ആളുകൾ ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിച്ച സമ്പത്ത് കൊണ്ടുവരുന്നുണ്ട്? നമ്മുടെ ഈ നാടിനെ കെട്ടിപ്പടുത്തി ഈ കോലത്തിലാക്കിയത് അറബ് രാഷ്ട്രങ്ങളാണ്. എന്നിട്ട് ചോറ് ഇവിടെയും കൂറ് അവിടെയും. ഇസ്രായേലിൽ നിങ്ങൾ പറ അല്ലെ, കോടിക്കണക്കിന് ആളുകൾ അറബ് രാഷ്ട്രങ്ങളിൽ പോയി സമ്പത്ത് സമ്പാദിച്ചു. ഇസ്രായേലിലോ അമേരിക്കയിലോ ഉള്ളവർ തന്നെ അവിടെ പോയാൽ അവിടെ സെറ്റിലായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന